ഇതിൽ പറഞ്ഞിരിക്കുന്ന താരാട്ട് പാട്ട് ഏതാണെന്ന് വല്ല പിടിയുണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ആതിരയുടെ അമ്മയല്ലേ, അപ്പൊ ആതിരക്കല്ലേ താരാട്ട് പാട്ട് ഏതാന്ന് അറിയുള്ളൂ? ശരിയാണല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഓക്കെ, നമുക്ക് താരാട്ട് പാട്ട് വിടാം. സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു പാട്ട് പറഞ്ഞുതരാം. ആ പാട്ട് റാപ്പ് രൂപത്തിൽ പാടുക. ഇവിടെ വരുന്ന ഏതെങ്കിലും ഒരു ആമ്പിളരെ സെറ്റ് ചെയ്യുക. നമ്മുടെ മറ്റേ ഡപ്പംകുത്ത് പാട്ട് അറിയാം, മാമധുര അന്നക്കൊടി, അറിയില്ലേ? അതിനൊരു റാപ്പ് സ്റ്റൈലിൽ പാടിയാൽ സെറ്റായിരിക്കും. ഹലോ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? എന്താ ബ്രോയുടെ പേര്? ശങ്കർ ബ്രോ. ഈ കുട്ടിക്ക് എന്താ പറയണ്ടത്? ചെറിയൊരു ടാസ്ക് എനിക്കാണ്. ചിരിക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഹേ മാമധുര അന്നക്കൊടി മാമദിനി അല്ല കുത്ത് അടി മറുത വച്ച് അന്നക്കൊടി മാമദിനി അല്ല കുത്ത് അടി. ഈ പാട്ട് കേട്ടിട്ട് ചേട്ടൻ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, നല്ല പാട്ടാണ്. ഇതാ സമ്മാനമായുള്ള സ്വർണ്ണ നാണയങ്ങൾ. ഇനി ഇതാ താങ്കളുടെ ക്ലൂ, അടുത്ത ക്ലൂ വായിച്ചോ. അമ്മ നിന്നെ പഠിപ്പിച്ചത് മറക്കരുത്, ബുദ്ധിപൂർവം ചെലവാക്കുക, പണം അമൂല്യമാണ്, എത്ര കൂടുതൽ നാണയങ്ങൾ എനിക്ക് കൊണ്ടുവരുന്നോ അത്രയും സന്തോഷം എനിക്ക് കിട്ടും. Shall we go? Let's go, Maggie. Come on, guys. അളിയാ, ഇനി മാല കിട്ടുന്ന സ്ഥലവും ഇവിടെ ഒന്നും ഇല്ലളിയ. അവിടെ കുറച്ച് പൂവിരിപ്പുണ്ട്. അമ്മയ്ക്ക് വേണ്ടി നല്ലൊരു മാല കിട്ടുക. ഈ മാല ആക്ച്വലി ഉണ്ടാക്കണം തന്നെയാണോ പറഞ്ഞത്? പിന്നെ മാല ഉണ്ടാക്കണമെന്ന്, മാല ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണമെന്ന്, എന്നാലേ അടുത്ത ക്ലൂ കിട്ടുള്ളൂ. ആണല്ലേ? പിന്നെ അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഇതില്ലാതെ ആണെങ്കിൽ നീ എന്നെ കാണാൻ വരണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? പിന്നെ ഭയങ്കര കട്ടായോ? പിന്നെ എന്താ മാല ഉണ്ടാക്കിയിട്ട് ഫൈനലി മാല റെഡി ആയിരിക്കുകയാണ്. ഒരു അമ്മയ്ക്ക് വേണ്ടി മകൻ ചെയ്യുന്ന ത്യാഗം. ടാസ്ക് ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. അമ്മയെ തരാം. പക്ഷെ ആദ്യം ഈ ഗെയിം ഇപ്പം ജയിച്ചതിനെ വീണ്ടും നമുക്ക് എന്ത് കിട്ടും? 5 സ്വർണ്ണ നാണയം. അടുത്ത ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചോ. ഓക്കെ, അമ്മ നിന്നെ പഠിപ്പിച്ചതൊന്നും മറക്കരുത്, ബുദ്ധിപൂർവം ചെലവാക്കുക, പണം അമൂല്യമാണ്, എത്രയും കൂടുതൽ നാണയങ്ങൾ എനിക്ക് കൊണ്ടുവരുന്നോ അത്രയും സന്തോഷം എനിക്ക് കിട്ടും. അതിപ്പോ നമുക്ക് അത്യാവശ്യം നാണയങ്ങളായല്ലോ. മരച്ചുവട് തപ്പിയുള്ള യാത്രയിലേക്ക് നമ്മൾ പോകുന്നു. എടാ, സിനിമയുടെ ക്ലൂ ഞാൻ വേണമെങ്കിൽ തരാം. മരണം വരെ നീ ഓർക്കാം, ബോഗൻവില്ല. അതാണ് നീ കണ്ടുപിടിക്കേണ്ട സ്ഥലം. കമോൺ, ബോഗൻവില്ല എവിടെ? ബൊഗേൻവില്ലയിൽ നീ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ എന്താ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മധുരമായി ഞാൻ പാടും നല്ല മറവിയുണ്ട്, നീ കണ്ടുപിടിക്കാമോ അമ്മയുടെ പാട്ടിന് ഇനം പൂർത്തിയാകും. അതായത് നിനക്ക് നിന്റെ അമ്മ ഒരു താരാട്ട് പാട്ട് പാടി തന്നിട്ടില്ലേ, ആ പാട്ട് ഏതാണെന്ന് ഓർത്തെടുത്ത് നീ പാടണം. അതിന്റെ ബാക്കി ഇവിടെയുള്ള ആരെയെങ്കിലും കൊണ്ട് നീ പാടിപ്പിക്കണം. വാ, കം ഓൺ, ലെറ്റ്സ് ഗോ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? ഓ, യു ഡോണ്ട് നോ മലയാളം. ഓക്കേ, ദെൻ സിമ്പിൾ ടാസ്ക്. യു ഡോണ്ട് നോ മലയാളം. You have to make him sing. He will make you sing a Malayalam song. തങ്ക മനസ്സ്, തങ്ക മനസ്സ്, ഓ correct. അമ്മ മനസ്സ്, അമ്മ മനസ്സ്. അപ്പൊ നമുക്ക് അമ്മ മനസ്സ് തങ്ക മനസ്സ് കിട്ടിയ സ്ഥിതിക്ക് ബൊഗേൻവില്ലയിൽ തിരിച്ചു പോകാം. അങ്ങനെ വീണ്ടും നിനക്ക് ഒരു കിഴി സ്വർണ്ണ നാണയം കിട്ടിയിരിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ രണ്ടും ഒരു കിഴിയിലാക്കാം. അപ്പൊ നിന്റെ അടുത്ത ക്ലൂ ഈ ബൊഗേൻവില്ലയിൽ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചോ. അമ്മ നിന്നെ പഠിപ്പിച്ചു, മറക്കരുത്, ബുദ്ധിപൂർവ്വം ചെലവാക്കുക, പണം അമൂല്യമാണ്, എത്ര കൂടുതൽ നാണയങ്ങൾ എനിക്ക് കൊണ്ടുവരുന്നു അത്രയും സന്തോഷം എനിക്ക് കിട്ടും. എന്തുവാടേ? മനസ്സിലാക്കി തരാം. ബാ, ഒരു ഗെയിം ഉണ്ട്. ആ ഗെയിം സ്ഥലത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. Come on, let's go. ഇത് പക്ഷേ അത് വെച്ച് കളിക്കുന്ന ഗെയിം അല്ല, ഇത് സ്മാഷ് ദ മോൾ എന്ന് പറഞ്ഞ ഗെയിമാണ് കേട്ടോ. പക്ഷേ ഇത് തന്നെയാണ്. ഇതാണോ ഗെയിം? ഈ ഗെയിമൊക്കെ ആണെങ്കിൽ നമുക്കറിയാമല്ലോ. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ചേട്ടനല്ലേ, നമ്മൾ 2 ഗോൾഡ് കോയിൻ, നമുക്ക് കിട്ടിയ 2 ഗോൾഡ് കോയിൻ കൊടുക്കുമ്പോഴത്തേക്ക് ആ ചേട്ടൻ അവിടെ നിന്ന് 2 ബോൾ തരും. ഈ ബോൾ വെച്ച് ഒരു സെറ്റ് ഉണ്ടല്ലോ, ഈ സെറ്റ് നമ്മൾ എറിഞ്ഞ് തള്ളി ഇടണം. എങ്ങാനും ആ 2 ബോളിൽ തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 2 ബോൾ അവിടെ മേടിക്കണം. ആ ബോൾ മേടിക്കണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും 2 കോയിൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇത് മൊത്തം കോയിനും തീർക്കരുത്. കാര്യം അമ്മ കോയിൻ കൂടുതൽ കൊണ്ടുവന്നാലേ അമ്മയെ കാണാൻ പറ്റൂ. ഓക്കെ, അടിപൊളി. അടുത്ത ബോളിൽ എല്ലാം വീഴുവോ? 1 2 3 4. ഒന്നും കൂടെ
അടുത്ത 2 കോയിൻ പോയി കേട്ടാ. അല്ല കുറ്റം പറഞ്ഞല്ലോ. അടുത്ത 2 കോയിനും പോവുകയാണ്. മഞ്ജു പോലീസ് തീരാറായി. അതിൽ വീഴും, അതിൽ വീഴും. നഷ്ടപ്പെട്ടോ? കൺഫ്യൂസ്ഡ് ആണോ? വഴിയറിയില്ലേ? നിങ്ങളെ സഹായിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ചിരിയിലൂടെയോ സന്തോഷത്തിലൂടെയോ നെറ്റി ചുളിക്കുമ്പോഴോ നഷ്ടപ്പെട്ടവരെ കണ്ടെത്തുന്ന സ്ഥലം കണ്ടെത്തുക. ഇത്രയും ക്ലൂ തന്ന അവീത്തിന് നമ്മുടെ ഒരു വക ഒരു സമ്മാനമുണ്ട്. ടേസ്റ്റി ആൻഡ് റിഫ്രഷിംഗ് എംപ്യൂർ ജ്യൂസ് ഫ്രം സൂര്യ TV. താങ്ക് യു സോ മച്ച് അഭിജിത്ത്. 2 എണ്ണം വീണ് കഴിഞ്ഞാൽ താങ്കൾക്ക് ലഭിക്കാൻ പോകുന്നത് താങ്കൾ കാത്തിരുന്ന കൂട്ടുകാരുടെ അമ്മയായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആദ്യത്തെ ബോൾ. ഓ, അതും പോയി. അങ്ങനെ അതും പോയി. അവസാനത്തെ കിഴി. ഓ, വർണ്ണം വിളിച്ചിരിക്കുന്നു. One more. പൂജ സാരമില്ല. പൂജയ്ക്ക് മൊത്തം 3 കിഴി കിട്ടിയിരുന്നു. ഇതിൽ 2 കിഴി കമ്പനി എടുത്തു. 1 കിഴിയേ ഉള്ളൂ. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കമ്പനിയുടെ വിശാല ഹൃദയം കാരണം അമ്മയെ കാണിച്ചു തരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അമ്മ 4 എണ്ണം പോയേ ഇപ്പം. ഒരു ചാൻസ് കൂടെ നോക്കാം. നാട്ടുകാരെ, നിങ്ങളെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ദ്രൻ അവസാന എറിയിൽ എല്ലാം വീഴ്ത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് ഡീപോളിന്റെ ആണ്. നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റ് ബ്രാൻഡായ ഡീപോളിന്റെ കാർ കെയർ ആൻഡ് ഹോം ക്ലീനിങ് പ്രൊഡക്റ്റ്. ഹാപ്പി വിഷു മോനെ, ഹാപ്പി വിഷു. അപ്പൊ ഇനി നമുക്ക് അമ്മയെ കാണാം. ഓക്കെ, അതിനുള്ള സമയമായിട്ടുണ്ട്. കമോൺ കേക്ക്, കമോൺ. ബാസ്കറ്റ്ബോൾ കോർട്ടല്ല, ബാസ്കറ്റ്ബോൾ കളിക്കുന്ന ഒരു സ്ഥലം. ഇത് ബാസ്കറ്റ് ഉണ്ടല്ലോ, ഇത് ബാസ്കറ്റിലേക്ക് ഇടുക, വേറെ പരിപാടിയൊന്നുമില്ല. ശരി. രണ്ടാമത്തെ അറ്റം അതും തിരിച്ചു വന്നിരിക്കുകയാണ്. അടുത്തതും പോയി. ഈ 2 ഗോൾഡ് കോയിൻ നീ അയാൾക്ക് കൊടുത്തിട്ട് നീ തന്നെ പോളേറ്ററെ കൊണ്ട് ഇറപ്പിച്ച് വീഴ്ത്തും. ആളെഴിഞ്ഞ് വീഴ്ത്തിയില്ലെങ്കിൽ ആളിന് കിട്ടിയ അത്രയും കോയിൻ നിനക്ക് തിരിച്ചു തരും. ശരി, ഓക്കെ ആണോ? അങ്ങനെ വരും. ഓ, അറ്റംപ്റ്റ് നമ്പർ 1. 3 അറ്റംപ്റ്റ് കേട്ടോ. 2 ലാസ്റ്റ് ട്രൈ. അപ്പോ ഇവൻ കമ്പനിക്ക് കൊടുത്ത സകല സ്വർണം ഇവന് തിരിച്ചു കിട്ടി. എന്നാൽ ഇവൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല. എടാ, ഞങ്ങളുടെ അനുകമ്പ ഉണ്ട്, നിനക്ക് ക്ലൂ കിട്ടി. ഓരോ പുഞ്ചിരിയിലൂടെയും ഓരോ കണ്ണിലൂടെയും ഒരു ചിത്രം ഓർമ്മകളെ പ്രിയപ്പെട്ടതാക്കുന്നു. അവിടെ ഒരാൾ സത്യസന്ധമായ സ്നേഹത്തോടെ കാത്തിരിക്കുന്നു. നിനക്ക് വേണ്ടി മാത്രം ഒരു സമ്മാനം തരാം. നഷ്ടപ്പെട്ടോ, കൺഫ്യൂസ്ഡ് ആണോ, വഴിയറിയില്ലേ, നിങ്ങളെ സഹായിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ, നിങ്ങളെ കൺഫ്യൂസ്ഡ് ആണോ, നിങ്ങളെ സഹായിക്കുന്ന ഒരു സ്ഥലം. സന്തോഷത്തിൽ എന്തായാലും അമ്മയെ വിഷുവായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ നേരെ കൊണ്ട് നിധിയുടെ അടുത്ത് കോയിൻ അമ്മ എണ്ണി നോക്കി എത്രയുണ്ടെന്ന്. അമ്മയ്ക്ക് നാണയങ്ങൾ ഇഷ്ടമാണെന്നൊക്കെ അല്ലേ പറഞ്ഞത്. നോക്കി എത്ര ബാക്കിയുണ്ടെന്ന്. 5, 6, 7. അതാ 7 തങ്ക നാണയങ്ങളാണ് മഞ്ജു പോലീസ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ടല്ലോ. സോ ദിസ് വാസ് വണ്ടർല പ്രസൻസ് വിഷു ഫൺ റൈറ്റ്. ഹലോ അമ്മ, കമോൺ കേറി പോന്നോളൂ ഇങ്ങോട്ട്. വാ വാ വാ. ഹിയർ ഈസ് ദ അമ്മ ഈസ് ഹിയർ. കിട്ടി മോളെ. കഷ്ടപ്പെട്ട. അയ്യോ, ഇതേറ്റുള്ളൂ. ബാക്കിയൊക്കെ ഡോള് കൊണ്ടുപോയി. ഇത് എവിടെയായിരുന്നു? അതെ, മറ്റേ സംഭവം കൂടെ കൊടുക്ക്. എന്ത്?
ഇത്രയും കളിച്ച് കുറെ സ്വർണ്ണ നാണയമൊക്കെ ഞാൻ അങ്ങോട്ട് തന്നില്ലേ അത് പഠിച്ച് മാറ്റാനാണ് പരിപാടി. പറഞ്ഞോ മോൻ എന്തൊക്കെ ഗെയിം ടാസ്ക് കളിച്ച് ഇവിടെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചു പിന്നെ കുറെ വിജയിച്ചു. നിറച്ച് സ്വർണ്ണ നാണയങ്ങളാ. ഓക്കെ അപ്പൊ താങ്ക് യു കേട്ടോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും അപ്പൊ കൂട്ടിമുട്ടി എല്ലാം കഴിഞ്ഞല്ലോ. ഇനി എന്ത് പരിപാടി? ഇനി എന്താ പരിപാടി എന്നോ? ഇനിയാണ് യഥാർത്ഥ പരിപാടി. നമ്മൾ എല്ലാരും അമ്മമാരെയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഇനി നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്നേ ഒരു കലക്കുന്നുണ്ട്. ദിസ് ഈസ് വണ്ടർലാ പ്രസൻസ് വിഷു ഫൺ റൈഡ്. കം ഓൺ ബോയ്സ്. എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള മുഖമാണല്ലോ. ആ ഗ്ലാസ് ഒന്ന് വരുമോ? രാവിലെ ഞാൻ കണ്ടപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. കിട്ടിയില്ലേ? ശരിയല്ലേ? എടാ നിനക്ക് എന്തെങ്കിലും കിട്ടിയോ? എന്ത് കിട്ടി? ഇവിടെ കൈ നിറയെ കൊണ്ടുവന്നേക്കുവാണ് സ്വർണ്ണക്കിഴി. ഇവിടെ ആക്ച്വലി ഇവിടെ കുറെ പലരും വലിയ കിഴിയായിട്ടാണ് ഓടുന്നത് ഞാൻ കണ്ടത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ട് വേർത്ത് ഒലിച്ചാണ് ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടെന്താ? അതുകൊണ്ടെന്താ ഗുണം ഉണ്ടായില്ല, അമ്മനെ കിട്ടുകയും ചെയ്തു, സ്വർണ്ണകായും കിട്ടുകയും ചെയ്തു. വിഷു ആയിട്ട് അടിച്ച് പൊളിക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്തേക്ക് എത്തിയ 4 അമ്മമാരെ നിങ്ങൾ അന്വേഷിച്ച് 4 മക്കളെത്തിയിട്ടുണ്ട്. അവസാനം അവർ തമ്മിൽ സംഗമിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. ഗോളുകളൊക്കെ സിനിമ പോലെ എല്ലാരും നമ്മൾ മീറ്റ് ചെയ്യിച്ചിട്ട് ഒരു ശുഭ പര്യവസാനം ആക്കിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരുമിക്കാൻ വന്നതാണെങ്കിലും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തല്ലിപ്പിരിയാൻ ചാൻസ് ഉള്ള ഒരു പരിപാടിയാണ്. അതായത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും കൂടെ ചേർന്ന് കുറച്ച് ഗെയിംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഓണക്കളികൾ എന്നൊക്കെ പറയുന്ന പോലെ വിഷു കളികളാണ്. റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? സോ ദിസ് ഈസ് വണ്ടർലാ പ്രസൻസ് വിഷു ഫൺ റൈഡ്. അങ്ങനെ ആദ്യത്തെ ഗെയിമിലേക്ക് നമ്മൾ കടക്കുകയാണ്. വെറും 15 സെക്കൻഡ് സമയം മാത്രമേ നിങ്ങൾക്കുള്ളൂ. ആ 15 സെക്കൻഡിനകത്ത് ആ വിഷുക്കണിയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. എന്നിട്ട് ആ വിഷുക്കണിയിൽ നിന്ന് ഒരു സാധനം എടുത്തു മാറ്റും. അത് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതാണ് ഗെയിം. ഓക്കെ 5 4 3 2 1 സമയം കഴിഞ്ഞിരിക്കുന്നു. മറച്ചോളൂ. അത് കണ്ടല്ലോ അല്ലേ? കണ്ണാടിയൊക്കെ വെച്ച് നിപ്പുണ്ട്, കണ്ടല്ലോ. ഞങ്ങളപ്പോ ഇതൊന്നും ഒരു സാധനം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള സമയം. ഓക്കെ റെഡി 1 2 3. ഓക്കെ നമ്മളപ്പോ ഈ മത്സരം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞതുപോലെ ആദ്യത്തെ അവസരം ലഭിക്കുന്നത് നമ്മുടെ അമ്മമാർക്കാണ്. പഴുത്ത പഴുത്ത മാങ്ങ കാണുന്നില്ല. 2 ഉണ്ടായിരുന്നു, 1 കാണുന്നില്ല. 2 ഉണ്ടായിരുന്നു, ഒരു പഴുത്ത മാങ്ങ കാണാനില്ല. മാറ്റമൊന്നുമില്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞൂടെ? 2 ഉണ്ടായിരുന്നു, 1 പോയി. എന്ത് സാധനമാണ് നമ്മുടെ വിഷുക്കണിയിൽ നിന്ന് മാറിയിട്ടുള്ളത്? വിജയുടെ മുഖത്ത് നോക്കിട്ട് പറയാ പോമറേനിയൻ. ഞങ്ങളൊക്കെ മലയാളം മീഡിയ. അനാർ. അമ്മമാരുടെ ടീം പറഞ്ഞത് മാങ്ങാന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാതളം, അനാർ. രണ്ടുപേരും പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഒരു ക്ലൂ, അതായത് മാതളവും മാങ്ങയും അതേ ലെറ്ററിൽ തന്നെ തുടങ്ങുന്ന ഒരു സാധനമാണ്. അടിപൊളി, കിടിലൻ ക്ലൂവാ. പിടിക്കാം. അതായത് മാതളത്തിലും ഉണ്ട് മാങ്ങയിലും ഉണ്ട്. മാതളത്തിലും ഉണ്ട് മാങ്ങയിലും ഉണ്ട്. തക്കാളിയിൽ എവിടെയാ ചേച്ചി മായിരിക്കുന്നത്? മഞ്ഞയെന്നോ? മഞ്ഞപ്പൊടി വെക്കാൻ കൃഷ്ണൻ എന്താ അവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന? കുട്ടിയുടെ പേര് മല. അപ്പൊ ആ 2 കൂട്ടരും പറഞ്ഞിട്ടില്ല. നമ്മൾ തുടങ്ങിയ സമയത്ത് 3 മയിൽപ്പീലി ഉണ്ടായിരുന്നു. 3 ഉണ്ടായിരുന്നു. 3 ഉണ്ടായിരുന്നു. ഇല്ല, 2 ഉണ്ടായിരുന്നുള്ളൂ. 3 ഉണ്ടായിരുന്നു. നാട്ടുകാർ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ സെലിബ്രിറ്റീസ് ആണ്. ചേച്ചി ക്യാരക്ടർ ഇവിടെ. ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഈ മത്സരം തൽക്കാലം നമുക്ക് നിർത്തിവെക്കാം. ഇങ്ങനെ ഫൺ റൈഡ് ഇങ്ങനെ പിക്കോട്ടിരിക്കുകയാണ്. അടുത്ത ഗെയിമിന്റെ പേര് പൊന്നുരുളി.
പൊന്നുരുളി ഇതാ നമ്മുടെ മുമ്പിൽ നിറ ഉരുളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉരുളിയിൽ മുഴുവൻ നമ്മൾ അവല് നിറച്ചിട്ടുണ്ട്, അതിൽ കുറെ കോയിൻസും ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു കൈ മാത്രം ഉപയോഗിച്ച് ഇങ്ങനെ കറക്കി 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 അതിൻ്റെ അകത്തുനിന്ന് ഒരു ഗോൾഡ് കോയിൻ എടുത്ത് വെളിയിൽ വെക്കുക. ഓക്കെ, ഈ ഗോൾഡ് കോയിൻ കണ്ടെത്താൻ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം 1 മിനിറ്റ് മാത്രമാണ്. ഈ 1 മിനിറ്റിന് മുൻപേ ആണ് നിങ്ങൾ ഗോൾഡ് കോയിൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് ആരാണ് കണ്ടുപിടിച്ചത് അവരായിരിക്കും വിജയ്. അപ്പം ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ആരെയാ വിളിക്കുന്നത്? അപ്പൊ ആദ്യം ലക്ഷ്മി ചേച്ചി വന്നോ? ലക്ഷ്മി ചേച്ചിയാണ് ലക്ഷ്മി എന്റെ ചേച്ചി ടീമിൽ നിന്ന് വരണം, വരാൻ please. പോകുന്നത്. വാ, ലക്ഷ്മി ചേച്ചി വരൂ. Your time starts now. നമുക്ക് സ്വർണ്ണമാണ് വേണ്ടത്. ഒരു സിൽവർ കണ്ടെത്തിയിരിക്കുകയാണ്. എടാ, ഈ സ്വർണ്ണം നമുക്കുള്ളതാണ്. അങ്ങനെ പറയല്ലേ, വിട്ടുകൊടുക്കരുത് മമ്മി. അത് പിന്നെ പറയാം. അല്ല, ഡ്രൈവർ അത് പറയാം. നീ കണ്ടല്ലോ, നീ കണ്ടോ? മനസ്സിലാക്കിയ ആ പുറത്തു പറയരുത്. ഇനി നിങ്ങളുടെ അവസരമാണ്. ആരാ വരാൻ പോണേ? നമുക്ക് തപ്പിപ്പിടിക്കാൻ ബെസ്റ്റ് ജിത്തുവാണ്. അപ്പൊ സഹോദര, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആ എടുത്ത് മറിക്ക്. ഇളക്കി മറിക്കങ്ങോട്ട്. നമുക്ക് ആ സ്റ്റോപ്പ് വാച്ച് പോലും കാണാം. അപ്പൊ പറ, നിങ്ങള് എത്ര സമയത്തിലാണ് സ്വർണ്ണ നാണയം കണ്ടെത്തിയത്? പറ. അങ്ങനെ എന്റെ അമ്മമാര് സ്വർണ്ണ നാണയം കണ്ടെത്തിയത് വെറും 34 സെക്കൻഡിനുള്ളിലാണ്. നമ്മുടെ മക്കൾ സ്വർണ്ണ നാണയം കണ്ടെത്തിയത് 1, 2, 3, 4 സെക്കൻഡിന്റെ വ്യത്യാസത്തിലല്ല, മറിച്ച് 10 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ 23 സെക്കൻഡ്. 34-ന് 10 കുറച്ച 24. വണ്ടർല പ്രസൻസ് വിഷു ഫണ്ട് വളരെ ആവേശകരമായ ഒരു അവസാനത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫൈനൽ ഗെയിമിന്റെ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്ന്. സിമ്പിൾ ആണ്, തീറ്റ മത്സരം. അപ്പൊ വിഷുവുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ എല്ലാരും കഴിക്കുന്നത്? വിഷുക്കട്ടയുണ്ട്, പായസമുണ്ട്. ഇപ്പം അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു ഉണ്ണി കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പൈസ് കേക്കിന്റെ കസ്റ്റമേഴ്സിന്റെ ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള കേക്കാണ്. സ്പൈസ് കേക്കിന്റെ പുഡിംഗ് കേക്കാണ് നിങ്ങൾക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടി മത്സരത്തിന് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പം ഈ ഗിഫ്റ്റ് നമുക്ക് തന്ന സ്പൈസ് കേക്കിന് നല്ലൊരു കൈയടി കൊടുക്കാം. അപ്പൊ നമുക്ക് മത്സരം ആരംഭിച്ചാലോ? അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോണ 1 മിനിറ്റ് ആണ്. റെഡി? 3, 2, 1 അറ്റാക്ക്. കമോൺ സോറി ചേച്ചി, ഇങ്ങനെയാണോ കേക്ക് കഴിക്കുന്നത്? വാരി പൊത്തു. ചോറ് കഴിക്കുന്ന പോലെ ഉരുട്ടി അടിക്കുവാ ചേച്ചി, അങ്ങോട്ട് അടിക്കേ. മക്കളെ, ചെവി കൂടെ മൂക്കി കൂടെ എല്ലാം കഴിക്കും. എവിടെ കൂടെ വേണമെന്ന് പറഞ്ഞാ എന്റെ സംസ്കൃതി ആഞ്ഞു കയറി. ഇവരെ ഒരാഴ്ചയായിട്ട് ആരോ പട്ടിണിക്കിട്ടിരിക്കുകയായിരുന്നു. ഇത് സമയം കഴിയാറായി. വെള്ളം കുടി എന്റെ മക്കൾ, വെള്ളം കുടി. വെള്ളം വേണ്ട, ജയിക്കട്ടെ, പിന്നെ കുടിക്കാം. ഒരു പ്ലേറ്റ് എടുത്ത് മാറ്റ്. അപ്പോ മത്സരം അവസാനിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇരുന്ന പ്ലേറ്റും കേക്കും വിഴുങ്ങിയിരിക്കുകയാണ് ഞങ്ങളുടെ അമ്മമാര്. ഇത്ര സ്റ്റാൻഡേർഡ് ആയിട്ട് കേക്ക് കഴിക്കുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സോന ചേച്ചി കഴിക്കുന്നത് കണ്ട, എന്നിട്ടേ നാക്കിൽ വെച്ച് അങ്ങ് അലിയിച്ച് വിഴുങ്ങുക. അപ്പുറത്ത് എന്താ കേക്ക് ഉണ്ടല്ലോ, കേക്ക് എടുത്തിട്ട് മറ്റേ ആനയ്ക്ക് കൊടുക്കുന്ന 2 ഉരുട്ട് വായിൽ ഒറ്റയടി. പിന്നെ മറ്റേ ടോം ആൻഡ് ജെറിയിലൊക്കെ കണ്ട് ഒരു സൈഡ് വെച്ചിട്ട് തള്ളിക്കട്ടെ. ജയിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ. നമ്മളെല്ലാരും കൂടെ ചേർന്ന് പ്രേക്ഷകർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത് നല്ലൊരു വിഷു ഫീൽ ആയിരുന്നു. അത് കൃത്യമായിട്ട് ആ മത്സരത്തിലൂടെ ആവേശം നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ ടീം മെമ്പേഴ്സിനും ഒരു വലിയ കൈ. ഇന്നത്തെ മത്സരങ്ങളിൽ പങ്കെടുത്ത ഇന്നത്തെ നമ്മുടെ വിഷു ആഘോഷം ഉഷാറാക്കാൻ ഞങ്ങളോടൊപ്പം ചേർന്ന
നിങ്ങൾക്ക് എല്ലാവർക്കും വിഷു കൈനീട്ടം തരാനായിട്ട് വണ്ടർലായിൽ നിന്നും ഒരാൾ എത്തിയിട്ടുണ്ട്. വണ്ടർലായുടെ ചീഫ് മാനേജർ മോഹൻകുമാർ സാറിനെ ഏറെ ആദരവോടുകൂടി സ്വാഗതം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം സാർ. മോഹൻകുമാർ സാറിന് നമുക്ക് ഒരുപാട് നന്ദി അറിയിക്കേണ്ടതുണ്ട്. കാര്യം നമ്മുടെ നാട്ടിലും ഇതുപോലെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംരംഭം ഉണ്ടെന്നുള്ള കാര്യത്തിൽ താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച്. ഹാപ്പി വിഷു. വണ്ടർല ദിസ് സമ്മർ ഗെറ്റ് മൈൻഡ് ബ്ലോൺ അറ്റ് വണ്ടർല. കൺസലേഷൻ പ്രൈസസ് ഒരുപാടുണ്ട്. നമ്മുടെ സ്പോൺസേഴ്സ് ഡ്രൈ മിക്സ് നൽകുന്ന ഒരു സമ്മാനമാണ്. ഡ്രൈ മിക്സ് രുചിയോടൊപ്പം ആരോഗ്യം. കിഫറ്റ് നൽകുന്ന ഒരു മനോഹരമായ സമ്മാനം. കിഫറ്റ് കുക്കീസ്, തോട്ട്ഫുള്ളി സ്വീറ്റ് ഷുഗർലെസ് കിഫറ്റ് കുക്കീസ്. എലമെന്റ്സ് നൽകുന്ന ഒരു സമ്മാനമാണ്. കൃഷിക്കാരിൽ നിന്നും ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്ന ഒരു ഓർഗാനിക് പ്രോഡക്റ്റ്. വണ്ടർലായിലാണ് നമ്മൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നത്. 1-ാം തീയതി മുതൽ വണ്ടർലായിൽ ഒരു ഗാല നൈറ്റ് നടക്കുന്നുണ്ട്. സാധാരണ വണ്ടർലയുടെ പ്രവർത്തന സമയം 7 മണിക്ക് അവസാനിക്കുകയാണ്. പക്ഷേ സമ്മർ വെക്കേഷനും അധികം തിരക്കും പ്രമാണിച്ച് വണ്ടർല രാത്രി 10 മണി വരെ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ എന്റർടൈൻമെന്റ്, കൂടുതൽ സമയം. And that's Wonderla. വിഷു ആശംസകൾ പറഞ്ഞാലോ? Happy അപ്പൊ ടാറ്റ അമ്മമാരെ. Bye-bye.